നമസ്കാരം. ഡൽഹി ഭീകരാക്രമണം NIA അന്വേഷിക്കും. ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത ഫിദായിൻ ആക്രമണമാണ് നടന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഫരീദാബാദിലെ അൽ ഫലാൽ ആശുപത്രിയിലെ ഡോക്ടറായ ഉമർ നബിയാണ് സ്ഫോടനം നടത്തിയത്. കശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഇയാൾ. പുൽവാമയിൽ നിന്ന് തന്നെയുള്ള ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനിയെ കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ സുഹൃത്ത് അബീൽ മജീദ് റാത്തറും അറസ്റ്റിലാണ്. മറ്റൊരു ഡോക്ടർ ഷഹീനെ ചോദ്യം ചെയ്തു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രൊഫഷണലുകളുടെ ഒരു ടെറർ നെറ്റ്വർക്കിലേക്കാണ് ചെങ്കോട്ട സ്ഫോടനം വിരൽ ചൂണ്ടുന്നത്. സ്വാഭാവികമായും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ TK രാജ്മോഹൻ, മുൻ NIA SP, ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, കേണൽ S ഡിന്നി, BJP നേതാവ്, VR അനൂപ്, കോൺഗ്രസ് നേതാവ് എന്നിവർ. ആദ്യം ശ്രീ TK രാജ്മോഹൻ, ഫരീദാബാദിൽ ഒരു ജെയ്ഷെ മുഹമ്മദിന്റെ ടെറർ മൊഡ്യൂൾ ബസ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഡോക്ടർ മുഹമ്മദ് മുസമ്മിൽ അഹമ്മദ് ഗനിയെയും ഡോക്ടർ അദീൽ മജീദ് റാത്രയും പിടികൂടുന്നു. അതിനുശേഷം അതേ സംഘത്തിൽപ്പെട്ട ഒരാൾ ഇതേ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി ഡൽഹിയിൽ വന്ന് സ്ഫോടനം നടത്തി എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം? അല്ല അഭിലാഷ്, ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാനും അതുമായി ബന്ധപ്പെട്ട ഈ ടെറർ ഓർഗനൈസേഷൻസും പല കാര്യങ്ങളും അവിടെ അവരുടെ പല സ്ലീപ്പർ സെൽസും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഫാക്റ്റാണ്. അത് നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് അറിയാം, നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസിക്ക് അറിയാം. അപ്പം നമ്മൾ അത് വളരെ കെയർഫുള്ളായിട്ട് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു ജമ്മു ആൻഡ് കശ്മീരിൽ. അതിൻ്റെ പുറകെ അന്വേഷണം കൊണ്ടുപോകുന്നു, പല സംസ്ഥാനങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അങ്ങനെ സ്വകാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ മൊഡ്യൂളിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ജമ്മു ആൻഡ് കശ്മീർ കണക്ഷനിലെ ഈ മൊഡ്യൂളിൻ്റെ ബേസിക്കായി എടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് റിക്കവറി നടത്തി. അതിൽ ചില ആൾക്കാർ രക്ഷപ്പെട്ടു പോയി. ആ ചില ആൾക്കാർ രക്ഷപ്പെട്ടു പോയ അതിൽപ്പെട്ട ഒരു പ്രതിയാണ്, ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് വന്ന് ഈ നമ്മുടെ ഡൽഹിയിൽ വന്നിട്ട് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസി പ്രോപ്പറായി ട്രാക്ക് ചെയ്ത് പോവുകയായിരുന്നു. പക്ഷേ അവരുടെ നിർഭാഗ്യവും അല്ലെങ്കിൽ ഈ ടെററിസ്റ്റുകളുടെ ഭാഗ്യവും കൊണ്ട് അവർ ഈ ഒരു വാഹനം മാത്രം രക്ഷപ്പെട്ടു പോയി എന്നാണ് എനിക്കൊക്കെ മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ മുസമ്മിൽ അഹമ്മദിനെ, അയാൾ പുൽവാമ സ്വദേശിയാണ്, അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും വിവരശേഖരണം ഉണ്ടല്ലോ. കുറച്ച് ദിവസങ്ങളായി ഇവർ കസ്റ്റഡിയിലാണ് എന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാങ്ങിൽ ആരൊക്കെ എന്ന് മനസ്സിലാവേണ്ടതല്ലേ? ഇതേ ഡോക്ടറുടെ നാട്ടുകാരനായ പുൽവാമക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ ഇത് ബസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാക്സിമം അയാളെ എക്സ്പ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കുമല്ലോ അവിടുന്ന് പുറപ്പെടുന്നത്. അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതൊരു വീഴ്ചയായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതൊരു ഇപ്പോൾ വീഴ്ചയാണല്ലോ. വീഴ്ച അല്ലെങ്കിൽ ഇത്ര ആൾ മരിക്കില്ലല്ലോ. അതൊരു ലാബ്സ്. ആ ലാബ്സിനെ പറ്റിയും ഈ ഇൻവെസ്റ്റിഗേഷനിൽ അന്വേഷിക്കണം. ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ NIA ചെയ്യാവുന്ന ഇൻവെസ്റ്റിഗേഷനിൽ 2-3 പോർഷനിൽ ഒരു ഭാഗം ഇതിൻ്റെ എന്താണ് ലാക്യുനാസ്, എന്താണ് വീഴ്ച, അതും അന്വേഷിക്കണം ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി, നമ്മുടെ ഈ ഇൻ്റലിജൻസ് ഏജൻസി, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയൊക്കെ വളരെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ പുറകെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരെ ഫരീദാബാദിൽ ഒരു ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവരുടെ പരിചയത്തിലുള്ള വേറെ ലേഡി, ഒരു ഡോക്ടർ നൗഷീൻ, ആ ഡോക്ടർ അറസ്റ്റ് ചെയ്യുന്നത്, അവരുടെ കാറിൽ നിന്ന് ഗണ്ണൊക്കെ റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി മുന്നോട്ട് പോകണം. പക്ഷേ അത് ഗോപ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ എല്ലാം ഒരു വൈഡായിട്ട് പിന്നെ ഒരു പരസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓരോ പ്രോപ്പർ ഹാൻഡ്ലിങ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഓരോ സംഭവങ്ങളുടെ ഇടയിൽ അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്ത് അതിനെ പ്രോപ്പറാക്കിയതിന് ശേഷം മാത്രമേ ഇത് എക്സ്പോസ് ചെയ്യുള്ളൂ. അത്ര എക്സ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൽ ഒരാളോ അതിൽ 1-2 ആൾക്കാർ ഇതിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം ആക്ച്വലി ദീസ് ആർ ഓൾ സ്ലീപ്പർ സെൽസ്. ഇവിടെയുള്ള ഈ മോഡ്യൂളൊക്കെ വളരെ ലോ ആയിരുന്നു. ഇപ്പോഴതിൽ ഡോക്ടേഴ്സ് വന്നിരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സൊക്കെ പെടുന്ന ആരും കരുതുന്നില്ല. അപ്പോൾ അന്വേഷണ ഏജൻസി, നമ്മൾ ഇൻ്റലിജൻസ് ഏജൻസി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതിൽ വലിയ ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഇതിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ്. അവരെ കൂടി ഇൻഡോക്ട്രിനേഷൻ നടത്തിയിരിക്കുകയാണ്. അവരെയും ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ആൻറ്റി നാഷണൽ കൺസെപ്റ്റ് അവരിൽ കൂടി ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ അത് കൂടെ അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ലോൺ വൂൾഫ്, അതായത് ഒറ്റപ്പെട്ട ഈ തീവ്രവാദിക്ക് ഇത്രയും കടക്കാനും, അതായത് രാവിലെ 8 മണിക്ക് ഡൽഹി ബോർഡർ പാസ് ചെയ്യാനും അതിനുശേഷം 6-7 മണിക്കൂറോളം സഞ്ചരിക്കാനും അതിനുശേഷം ഇത് എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചു എന്നുള്ള കാര്യം അയാൾ ആ ഭാഗമാണ് ക്ലിയർ ആയിരിക്കുന്നത്. ആ ഭാഗം വരെ അയാളുടെ ഭാഗത്ത് ഭാഗ്യമുണ്ടായിരിക്കാൻ മേ ബി. പക്ഷെ അതല്ല, ഇനിയിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയാൽ അറിയാം എവിടെയാണ് ലാക്കുനാസ്, എന്താണ് പറ്റിയിരിക്കുന്നത്. അല്ല ഇത് ബൈ ചാൻസിൽ പൊട്ടിയതാണോ, അതല്ല ഈ ബൈ ചാൻസിൽ അയാൾ ഈ റെഡ് ലൈറ്റ് കണ്ട് അവിടെ ബ്ലോക്കായ സമയത്ത് അല്ലെങ്കിൽ ആ റെഡ് ലൈറ്റ് അൺഅക്സെപ്റ്റഡ് ആയിരുന്നോ, അല്ല അയാൾ ശരിക്കും ഒരു ടാർഗറ്റിലേക്ക് പോകായിരുന്നോ. ശരിക്കും ഈ നമ്മുടെ അന്വേഷണ ഏജൻസി ഈ മൊഡ്യൂളിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ് ഇന്ത്യയിൽ മുഴുക്ക പല ഭാഗത്തുണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഏജൻസികൾ വളരെ ശുഷ്കാന്തിയോടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു, അല്ല 1-2 ആൾ രക്ഷപ്പെട്ട് അതുകൊണ്ട് ഇപ്പം നമുക്ക് അൺഫോർച്ചുനേറ്റ് വി ലോസ്റ്റ് ഇപ്പം 8-10 മരിച്ചു എന്നാണ് പറയുന്നത്. അത്ര ആൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. അപ്പോൾ ആ ഭാഗം കൂടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട എല്ലാ കാര്യമുണ്ട്. ഈ അന്വേഷണ ഏജൻസി ആ ഭാഗം കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറമാണ് നമ്മുടെ രാജ്യ തലസ്ഥാനം ഇതുപോലെ ഒരു ഭീകരാക്രമണത്തിന് ഇരയാവുന്നത്. പൊതുസ്ഥലങ്ങളിലെ ഭീകരാക്രമണങ്ങൾക്ക് കുറവുണ്ടായിരുന്നു സമീപകാലത്തായി. പക്ഷെ അത് വീണ്ടും തലപൊക്കുകയാണോ എന്ന ആശങ്കയിലേക്ക്, ആ തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ പോകേണ്ടി വരുമോ? ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ സസ്പെക്ട് അയാളൊരു ഡോക്ടറാണ്, അറസ്റ്റിലായിരിക്കുന്ന 2 പേർ ഡോക്ടർമാരാണ്, ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വനിതാ ഡോക്ടറാണ്. അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയ പ്രൊഫഷണൽസ് ആണ്. വൈറ്റ് കോളർ ടെററിസം എന്ന് വിളിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇൻഡോക്ട്രിനേഷൻ വേറെ ലെവലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ ആശങ്കയിലേക്ക് രാജ്യത്തെ നയിക്കുകയാണോ? തീർച്ചയായും ആശങ്കപ്പെടാൻ അവസരമായിരിക്കുന്നു. വൈറ്റ് കോളർ ടെററിസം അതൊരു പുതിയൊരു കോൺസെപ്റ്റാണ്. വൈറ്റ് കോളർ തീർത്തും പുതിയത് എന്ന് പറയാനും ആവില്ല. കാരണം 9/11/2001 അത് ടെക്നോക്രാറ്റുകൾ കൂടിയായ പൈലറ്റ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അമേരിക്കയുടെ മണ്ണിൽ ഭീകരതയുടെ വിത്തുകൾ വിതച്ച് നേട്ടം കൊയ്യാൻ ശ്രമിച്ചത്. സമാനമായ രീതിയിൽ ഇവിടെ ഡോക്ടേഴ്സ് ആർ ഇൻവോൾവ്. അപ്പോൾ ഈ ഡോക്ടേഴ്സിനെയും ഹൈലി സ്കിൽഡ് പ്രൊഫഷണലുകളെയും അധ്യാപകരെയും എല്ലാം അണിചേർത്തുകൊണ്ട് ഭീകരതയുടെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയും അതിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആശങ്കാജനകമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശ്രീ അഭിലാഷ്, ഇന്ത്യയുടെ ഒരു കർശനമായ കൃത്യമായ ഒരു മെസ്സേജ് പാകിസ്ഥാനും മറ്റ് ലോകരാജ്യങ്ങൾക്കും കൊടുക്കുകയാണ്. അതിർത്തി കടന്നു വരുന്ന ഭീകരവാദം ഞങ്ങളിനിയും ക്ഷമിക്കില്ല, സഹിക്കില്ല. അത് യുദ്ധമായി തന്നെ കണ്ടുകൊണ്ട് ആരാണോ ഇതിന് പിന്നിൽ അത് ആ രാജ്യവുമായി നിരന്തരം ബലപ്രയോഗത്തിലേക്ക് കലാശിക്കും എന്ന ഒരു വാർണിംഗ് ഇന്ത്യ കൊടുത്തു. അത് കൃത്യമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പുൽവാമ ആക്രമണത്തിന് ശേഷം കൃത്യമായ ബാലാക്കോട്ട് പ്രത്യാക്രമണമുണ്ടായി. അതുപോലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ, ബുറിഡ്ഖയിലെയും ബഹാവൽപൂരിലെയും എല്ലാം ലഷ്കർ ഇ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും എല്ലാം ആസ്ഥാന മന്ദിരങ്ങളും അതൊക്കെ പുറമെ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ വരെ ആക്രമണ വിധേയമായത് കൃത്യമായ തിരിച്ചടിയുടെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത് കൃത്യമായൊരു ഭീകരാക്രമണമാണ് എന്ന് ഔപചാരികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം നോക്കൂ. കഴിഞ്ഞ പുൽവാമ ആക്രമണം, അതായത് നേരത്തെ നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം തിടുക്കത്തിൽ ഇന്ത്യ ഒരു നടപടിയിലേക്ക് എത്തിയില്ല എന്നോർക്കണം. ഏപ്രിൽ മാസം 22-ാം തീയതി നടന്ന ആ ആക്രമണത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായി ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിൻ്റെ സൂചന ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഒരു സൈനിക നടപടിയിലേക്ക് ഇന്ത്യ കടന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും NIA തലവനും അതുപോലെ മറ്റ് സുരക്ഷാ ചുമതലയുള്ള വിഭാഗങ്ങളുടെ മുഖ്യ ഉദ്യോഗസ്ഥന്മാരും എല്ലാം യോഗം കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഒരു സുരക്ഷാ ഹൈ ലെവൽ സെക്യൂരിറ്റി ഒരു കമ്മിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നാളെ നടക്കാനിരിക്കുന്ന ക്യാബിനറ്റ് ഉപസമിതി, മന്ത്രിസഭ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതിയിൽ അത് പ്ലേസ് ചെയ്യുകയും അവിടെ വെച്ചായിരിക്കും ഔപചാരികമായ തീരുമാനങ്ങൾ എടുക്കുകയും അതിനുശേഷം നാളെ വൈകിട്ടോടുകൂടി
കൃത്യമായ ഒരു സൂചന ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ജയ്ഷെ മുഹമ്മദാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർമാർ, കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചിലരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഫരീദാബാദ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഒരു ചെറിയ സംഘം, ആ സംഘം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നതിൻ്റെ ഏർലി സൂചനയും ആ സംഘവുമായി ഇപ്പോൾ ചാവേറായി പ്രവർത്തിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ I-20 ഡ്രൈവ് ചെയ്ത ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം മുൻകൂട്ടി തന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിന് കഴിയില്ല. പക്ഷേ കൃത്യമായ സൂചനകളിലേക്ക് എത്താനുള്ള സമയം ആണ് ഇപ്പോൾ വളരെ നിർണായകം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൃത്യമായ നിഗമനങ്ങളിൽ എത്താതെ പെട്ടെന്ന് കയറി ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത് അപക്വമായ നടപടിയായിരിക്കും. പക്ഷേ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ഇന്ത്യയുടെ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ 2008 ബോംബെയിൽ ആക്രമണം നടന്നപ്പോഴും അതിന് മുൻപ് പാർലമെന്റ് ആക്രമണം നടന്നപ്പോഴും ഒക്കെ കൃത്യമായ രീതിയിൽ ഉടനടി പ്രതികരിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ലായിരുന്നു നമ്മുടെ രീതി. സഹനത്തിലൂടെ മുന്നോട്ട് പോകുക, നയതന്ത്രത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക. ഇപ്പോൾ തീർച്ചയായും ആ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു തുടർ പ്രക്രിയയാണ് എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ ഇവിടെ ഇന്ന് ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളികളാണ്, ഭീകരവാദികളാണ്. അവർ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ ഇന്ത്യൻ റിക്രൂട്ട്സ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ ഭീകരവാദ സംഘടനകളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അവരുടെ സപ്പോർട്ട് മെക്കാനിസത്തെയും അവരുടെ സ്ലീപ്പർ സെല്ലുകളെയും അടിച്ചമർത്തുക എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയത്തിൽ രാജ്യാന്തര അതിർത്തി കടന്നുള്ള ഒരു പ്രതികരണം നടത്തുക സാധ്യമാണോ? ഈ രാജ്യാന്തര അതിർത്തികൾ കടന്ന് വരുന്ന ആശയങ്ങളും സംഹിതകളും നിർദ്ദേശങ്ങളും പാലിക്കാൻ രാജ്യത്തിനുള്ളിലെ വിധ്വംസക ശക്തികൾ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും രാജ്യാന്തര പ്രതികരണത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരുങ്ങിയിരിക്കുന്നു എന്ന് കാണാം ശ്രീ അഭിലാഷ്. അതുകൊണ്ട് ഒരു സ്ലീപ്പർ സെല്ല് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ ഇന്ത്യ വിരുദ്ധരായ ഇന്ത്യക്കാരുടെ ഒരു സ്ലീപ്പർ സെൽ എന്നതിനേക്കാൾ ആ സ്ലീപ്പർ സെല്ലിന് കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഇപ്പം ജയ്ഷെ മുഹമ്മദിൻ്റെ ഒരു സബ്സിഡിയറി ആണ് ഇവിടെ ഹരിയാനയിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ ജയ്ഷെ മുഹമ്മദിന്റെ വേരുകൾ തേടി ബഹാവൽപൂരിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബുറിഡ്കയിലേക്ക് പോകേണ്ടി വരും. പാകിസ്ഥാൻ മണ്ണിലാണ്. അതുകൊണ്ട് കൃത്യമായി ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികൾ മാത്രമാണ് ഇതിനകത്ത് ഇൻവോൾവ് എന്ന് കൃത്യമായി നമുക്ക് തീരുമാനിക്കാനാവില്ല. അതുകൊണ്ട് ഒരു ഇന്റർനാഷണൽ കോൺസ്പിറസി അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ ഒരു ഡയമെൻഷൻ പൂർണ്ണമായി ഇതിനെ തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നത് ഒരുപക്ഷെ പ്രീമച്യൂർ ആയിരിക്കും എന്നതുകൊണ്ടാവാം കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ കേന്ദ്ര ഗവൺമെന്റ് വിസമ്മതിക്കുന്നത് അതുകൊണ്ടാവാം. ശരി, ശ്രീ അനൂപ് വി ആർ, NIA അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ കുറ്റവാളികളെയും ശിക്ഷിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായും അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സിന്ദൂറിന് ശേഷവും ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാവുന്നു. പഹൽഗാമിന് ശേഷം സാധാരണ മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ഭീകരാക്രമണം കൂടി രാജ്യത്തിന്റെ മണ്ണിൽ ഉണ്ടാവുന്നു എന്നുള്ളത് ആശങ്കാജനകമാണല്ലോ. എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം, ആ നിലയ്ക്കുള്ള സുരക്ഷാ വീഴ്ച എന്ന നിലയിൽ കാണുന്നുണ്ടോ, അതോ ഭീകരതയെ രാജ്യം ഒറ്റക്കെട്ടായി ചെറുക്കട്ടെ നമുക്ക് കാത്തിരിക്കാം എന്ന നിലപാടിലാണ്? അഭിലാഷേ, ഇത്തരം സന്ദർഭങ്ങളോട് എല്ലാ കാലത്തും കോൺഗ്രസ് സ്വീകരിച്ച ഒരു പൊതു സമീപനമുണ്ട്. രാജ്യം അപകടത്തിൽപ്പെടുമ്പോൾ, രാജ്യത്തിലെ ജനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അസന്നിഗ്ധമായി നിരുപാധികം രാജ്യത്തോട് കൂടി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തെയും കോൺഗ്രസിൻ്റെ സമീപനം. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ചരിത്രം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യതിരിക്തമായി ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ രൂപീകരിച്ച, ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നിർമ്മിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള സവിശേഷമായ ഉത്തരവാദിത്വം എല്ലാ കാലത്തും ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ തരം തീവ്രവാദങ്ങൾക്കും എല്ലാ കാലത്തും ഞങ്ങൾ എതിരാണ്. 2 പ്രധാനമന്ത്രിമാരെ തീവ്രവാദത്തിനെതിരായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ബലി കൊടുക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ലോകത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും അവകാശപ്പെടാൻ കഴിയാത്ത കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിലിരിക്കുമ്പോഴും അധികാരത്തിന് പുറത്തു നിൽക്കുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാത്രമാണ്. പക്ഷേ ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJPക്ക് അത് അവകാശപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം.
മുൻപ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അത് കോൺഗ്രസിനെ കോർണർ ചെയ്യാൻ ഉപയോഗിച്ച ആളുകളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. എല്ലാ കാലത്തും കോൺഗ്രസിനെതിരെ സംസാരിക്കാനുള്ള അവസരമായി ഇത്തരം സന്ദർഭങ്ങളെ BJP എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അധികം ഉദാഹരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ബോംബെ സ്ഫോടനത്തിന്റെ സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി നഗരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം 2 തവണ ഷർട്ട് മാറി എന്ന് പറയുകയും അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും കോൺഗ്രസ് അതിനോട് പ്രതികരിച്ച് ആഭ്യന്തരമന്ത്രിയെ അന്ന് മാറ്റി. ഇന്ന് എന്താണ് അവസ്ഥ? അമിത്ഷായുടെ ഇത്തരം കാര്യങ്ങളോടുള്ള നിലപാടെന്താ? ഈ പറയുന്ന ശിവരാജ് പാട്ടീൽ നഗരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പ്രതിഷേധിച്ച BJPയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഭൂട്ടാനില്ല. BJP ഉത്തരം പറയേണ്ടതല്ലേ? ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ കുത്തകയാണെന്ന് പറയുന്നവർ, ദേശസ്നേഹത്തിന്റെ മൊത്ത വ്യാപാരികളാണെന്ന് അവകാശപ്പെടുന്നവർ, അവർ ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ നിലപാട് ഇരട്ടത്താപ്പ് രാജ്യത്തിന് മുന്നിൽ വ്യക്തമാക്കപ്പെടുകയാണ്. ഒരു തരത്തിൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ അവർ ഭരിച്ച സന്ദർഭങ്ങളിലൊക്കെ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുക. പക്ഷെ ഇവിടെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ നിരന്തരമായി സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ, അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട്. ഞങ്ങൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കും. അതൊരു തുറന്ന പ്രസ്താവനയാണ്. പക്ഷേ പ്രധാനമന്ത്രിയാകട്ടെ ആഭ്യന്തരമന്ത്രിയാകട്ടെ അവരുടെ വീഴ്ചകളെ ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. പ്രാഥമികമായി ഇപ്പോൾ രാജ്യത്തിനോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഈ പറയുന്ന പിടിപ്പുകേടുകൾക്കെതിരെ ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് BJP കരുതേണ്ടതില്ല. BJPയെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഈ രാജ്യസ്നേഹത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റിന്റെ കാലത്തല്ലേ കണ്ഡഹാറിൽ തീവ്രവാദി വിമാനം റാഞ്ചിയ തീവ്രവാദികൾക്ക് അകമ്പടി പോകേണ്ടി വന്നത്? നാണക്കേടിന്റെ നിരവധി അധ്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ രാജ്യത്തിന് മുന്നിൽ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ആ വിശദീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി രാജ്യത്തിനു കൂടെ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഈ സത്രം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിൽ BJPയുടെ മറുപടിയാണ് വേണ്ടത്. BJP പ്രതിനിധി വൈകുന്നതുകൊണ്ടാണ്. BJPയുടെ പ്രതിനിധി അതിനുള്ള മറുപടി അദ്ദേഹം വന്നതിന് ശേഷം നൽകും. ഇവിടെ ശ്രീ TK രാജ്മോഹൻ, കുറെ കാലമായി ടെറർ ഔട്ട്ഫിറ്റുകൾ സ്വീകരിക്കുന്ന സമീപനം കൂടി നമ്മളൊന്ന് വിലയിരുത്തിയാൽ പൊതുസ്ഥലങ്ങളിലെ സ്ഫോടനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല കശ്മീർ സാധാരണ നിലയിലേക്ക് വരികയും കശ്മീരിലെ ടൂറിസം പുഷ്ടിപ്പെടുകയും കഴിഞ്ഞ പഹൽഗാം ഉണ്ടാവുന്നത് വരെ കശ്മീർ ഏതാണ്ട് സമാധാനത്തിലേക്ക് പോവുകയൊക്കെ ചെയ്ത അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന 2 പേരും പുൽവാമ സ്വദേശികളാണ്. ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള മുസമ്മിൽ അഹമ്മദും പ്രതിയാണ് എന്ന് സംശയിക്കുന്ന ഉമർ നബിയും ഐഡന്റിറ്റി കൺഫേം ചെയ്യാത്തതുകൊണ്ട്, ഔദ്യോഗികമായി കൺഫേം ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറയാത്തത്. 2 പേരും പുൽവാമക്കാരാണ്. അപ്പോൾ ഈ ഭീകരതയെ സംബന്ധിച്ച ഇനിയുള്ള ഭീകരതയെ അഡ്രസ്സ് ചെയ്യേണ്ട മാർഗങ്ങൾ അതല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അതനുസരിച്ച് അന്വേഷണ ഏജൻസികൾ പുതിയ നിലയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ അന്വേഷണ ഏജൻസികൾ മാറണം, കാലത്തനുസരിച്ച് മാറണം, മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാറുന്നുണ്ട് എന്നാണ് ഞാനൊക്കെ കരുതുന്നത്. പിന്നെ ഈ ടെററിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തുടച്ചു വെക്കാൻ പറ്റുന്നതെന്നും നമ്മളൊന്നും അടുത്ത കാലത്തൊന്നും കരുതുന്നില്ല. കാരണം നമുക്കെതിരായിട്ട് നമ്മുടെ ചില നൈബറിങ് കൺട്രീസ്, ആ നൈബറിങ് കൺട്രീസ് ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിന് മതിയായ സഹകരണങ്ങളും കൊടുക്കുക, അതിന് കുടപിടിച്ച് കൊടുക്കുക, അതിനെല്ലാം ഫൈനാൻസ് ചെയ്യുക. അപ്പോൾ അത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തൽക്കാലത്തേക്ക് നിന്നാലും അത് പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റില്ല. കാരണം അതിൻ്റെ പല സ്ലീപ്പർ സെൽസും പല സ്ഥലത്തും വളരെ ഡോർമെൻ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്റ്റീവാക്കുന്ന സമയം തീരുമാനിക്കുന്നത് അവരുടെ ഹാൻഡ്ലേഴ്സാണ്. ആ ഹാൻഡ്ലേഴ്സ് ആണെങ്കിൽ ദേശത്താണ്. അപ്പോൾ അന്യദേശത്തിരുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ പല സ്ലീപ്പർ സെൽസും പല മോഡ്യൂൾസും ഇവിടെ റെഡിയായിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു വശമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹാൻഡ്ലേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചില മോഡ്യൂൾസ് ഇല്ലാത്ത കാലത്തോളം നമ്മുടെ നാട്ടിൽ ഈ തീവ്രവാദം ഉണ്ടാവും. പിന്നെ നമ്മളത് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ അന്വേഷണ ഏജൻസികളും നമ്മുടെ ഇൻ്റലിജൻസ് വിങ്ങും നമ്മുടെ എല്ലാ സംസ്ഥാന പോലീസും എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുക. അതിന് നമ്മൾ രാഷ്ട്രീയവും മതവും എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അത്തരത്തിൽ വന്നാൽ മാത്രമേ ഒരു പരിധിവരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങിയാൽ ഇന്ത്യ എന്നൊരു മഹാസങ്കല്പം, നമ്മളൊക്കെ ഇന്ത്യക്കാരൻ ആകുന്ന ഇന്ത്യയെ അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളിവിടെ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജീവിക്കുന്നതുകൊണ്ടോ അല്ല,
നമ്മുടെ ഭാരതം, നമ്മുടെ ദേശം നമ്മൾ കൂടി ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും വേണം. അതിൽ രാഷ്ട്രീയം മാറ്റി വെക്കുക, മതം മാറ്റി വെക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക. അങ്ങനെ മാറ്റിവെച്ച് നിന്നാൽ മാത്രമേ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പിന്നെ ചോദിച്ച ഉത്തരം പറയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പം ആ മാറ്റം ഉൾക്കൊള്ളാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾ തയ്യാറാവണം. നമ്മൾ അന്വേഷണ ഏജൻസി തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതുപോലെ ഡ്രോബാക്സ്, ഇതുപോലെ ഷോർട്ട് കമ്മിങ്സ്, ഇതുപോലെ വല്ല വീഴ്ചകളും പറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അത്തരത്തിലുള്ളൊരു സംവിധാനം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കും എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കേണൽ ഡിന്നി കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ചർച്ചയിൽ പങ്കുചേരുകയാണ്. കേണൽ ഡിന്നി, ഇവിടെ ഇപ്പോൾ എങ്ങനെ ഈ ആക്രമണം ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഫരീദാബാദിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ടെറർ മൊഡ്യൂൾ ബസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ഭാഗഭാക്കായിരുന്ന ഒരാൾ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി കാർ ഓടിച്ച് ഡൽഹിയിലെത്തി ഡൽഹിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലൂടെ കടന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കൂട്ടം ഉണ്ടാവുന്ന ഒരിടത്തേക്ക് ITOയിലേക്ക് അല്ലെങ്കിൽ ചാന്ദിനി ചൗക്കിലേക്ക് പോകുന്നതിനിടെ ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഇത്രയും ദൂരം ഇയാൾ യാതൊരു തരത്തിലുള്ള ഇന്റർസെപ്ഷനും ഇല്ലാതെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തി എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടും ഇതിൽ നിന്ന് വിട്ടുപോയ ആളുകൾ ഒരുപക്ഷെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ ആക്രമണം നടത്തിയേക്കാം എന്ന നിലയ്ക്കുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നോ? ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ഉത്തരം പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പം സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ ചോദ്യത്തിൽ അതുപോലെ തന്നെ ഇന്റലിജൻസ് ഫെയിലിയർ എന്നുള്ള ഒരു ഫസ്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ഞാനതിനെ കാണുന്നത് ഇന്റലിജൻസ് ഫെയിലിയർ ആയിട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല ഇപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, JK പോലീസും ഡൽഹി പോലീസും ഹരിയാന പോലീസും ഈ ഒരു ടെറർ മോഡ്യൂൾ, ഫരീദാബാദ് ബേസ് ചെയ്ത ടെറർ മോഡ്യൂളിനെ അവരത് പിടിച്ചിരുന്നു. അവർ പിടിച്ചോണ്ടാണ് വൻ ഒരു ദുരന്തം മാറിപ്പോയി എന്ന് വേണം പറയേണ്ടത്. കാരണം നമുക്കറിയാം, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ എത്ര 3000 അടുപ്പിച്ചുള്ള അമോണിയം നൈട്രേറ്റിന്റെ ഒരു സ്ഫോടക വസ്തുക്കൾ, AK സീരീസിന്റെ തോക്കുകൾ, മറ്റ് ഡെറ്റനേറ്റേഴ്സ്, 20ഓളം ഡെറ്റനേറ്റേഴ്സ് ആണ് കണ്ടത്. അപ്പൊ 20 ഡെറ്റനേറ്റേഴ്സ്, അതിന്റെ അർത്ഥം 20 സ്ഥലത്ത് ഇതുപോലത്തെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ആ ടെറർ മോഡ്യൂളിനെ ബസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരാള് അവര് ഈ ഒരു പാനിക് മോഡിൽ വന്ന് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ബ്ലാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇത് സംഭവിച്ചത്. ഇത് മനഃപൂർവ്വം തന്നെ അവിടെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്താണോ അതോ ആക്സിഡന്റലി നടന്നാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയത്തുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു ഡോക്ടർ അത് ഓൺ ദ റൺ ആയിരുന്നു നമുക്കറിയാം. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. കാരണം ഇത്രയും ഈ എക്സ്പ്ലോസീവ് വെച്ചിട്ട് വൻ ദുരന്തം ഇതും ചെയ്യാമായിരുന്നു. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അല്ലെങ്കിൽ നേരത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ വേറെ ഒരു ഏരിയയിലായിരുന്നെങ്കിൽ, ഇപ്പം മെട്രോ ആയാലും ശരി, ITO ആയാലും ശരി, ചാന്ദിനി ചോക്ക് ബാസ അങ്ങനത്തേക്കുള്ള ഏരിയയിലായിരുന്നെങ്കിൽ വലിയ കാഷ്വാലിറ്റീസ് വന്നേ. പക്ഷെ ആ രീതിയിലേക്ക് നടന്നില്ല എന്നുള്ളത് വളരെ ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരു ഇന്റലിജൻസ് ഫെയിലിയർ നമ്മൾ കാണുമ്പോൾ എല്ലാത്തിനും ഒരു ഇന്റലിജൻസ് ഫെയിലിയർ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു നമ്മളൊരു എന്താ പറയുക, അതിന്റെ കറക്റ്റ് അസസ്മെന്റ് അല്ല അത്. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഭീകരവാദികളെ സംബന്ധിച്ചോളം അവർക്ക് ഒറ്റ പ്രാവശ്യം മാത്രം സക്സസ്ഫുൾ ചെയ്താൽ മതി. 100 ടൈംസ് അവർ അറ്റംപ്റ്റ് ചെയ്താൽ. ഇന്റലിജൻസ് ഏജൻസി, സെക്യൂരിറ്റി ഏജൻസി കാരണം അവർ 100 ടൈംസ് സക്സസ്ഫുൾ ആയേ പറ്റൂ. അതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അത് നാച്ചുറലി അതൊരു 100% ഒരു സീറോ ടെററിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും ഒരു രാജ്യവും നടക്കത്തില്ല. ഇപ്പൊ നോക്കൂ, ഈ ഭീകരവാദികൾ തന്നെ അവരെല്ലാം പഠിത്തവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്, ഡോക്ടേഴ്സാണ്, നല്ല ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയത്തില്ല അവർ ഇങ്ങനെയൊക്കെയുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടൊന്നും. അപ്പൊ ഇതൊക്കെ വലിയ നമ്മളെ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടോ ഏതെങ്കിലും ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തീർച്ചയായിട്ടും അല്ല, അത് വളരെ ശരിയാണ്. ലോകത്ത് ഒരു രാജ്യത്തിനും 100% ഫുൾ പ്രൂഫായിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ കഴിയും, മുഴുവൻ പഴുതുപടയ്ക്കാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വലിയ നഗരങ്ങളിലൊക്കെ ഈ ലോൺ വോൾഫ് ആക്രമണങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ, ഇപ്പോൾ ഈ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഉണ്ടല്ലോ, മുസമ്മിൽ അഹമ്മദ് ഗനി, അയാൾ പുൽവാമ സ്വദേശിയാണ്. ഈ ആശുപത്രിയിൽ അൽ ഫലാൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളാണ് അറസ്റ്റിലായിട്ടുള്ള മറ്റേയാൾ അദീൽ മജീദ്. ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുന്ന മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ ഷഹീൻ. അപ്പോൾ ഈ ഹൈ പ്രൊഫൈൽ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്.
അതിന് കേന്ദ്രമായിട്ട് ഈ സ്ഥലം വർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ഇൻപുട്ടാണല്ലോ. എന്ന് മാത്രമല്ല, ദീപാവലി സമയത്ത് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് ISISന്റെ ശ്രമം എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു IS ഓപ്പറേറ്റീവിനെ പിടികൂടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഗ്രാൻഡ് ഡിസൈൻ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും ഇവർക്ക് കൂടുതൽ കണക്ഷനുള്ള ആളുകൾ ഉണ്ടായേക്കാം എന്നൊരു ചിന്ത സാധാരണ വരേണ്ടതല്ലേ? ഈ മുസമ്മിലിന്റെ അയൽക്കാരനാണ് അല്ലെങ്കിൽ അതേ ഗ്രാമക്കാരനാണ് സംശയിക്കുന്ന ഉമർ നബി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ ശ്രീ അഭിലാഷ്, അതിനകത്ത് ശരിയാണ്. നമ്മളിപ്പം ഒരു വൈറ്റ് കോളർ ടെറർ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇതിന് പറയുന്നത്. അത് ഒരു പരിധി വരെ ശരിയുമാണ്. കാരണം നല്ല രീതിയിലുള്ള ഹൈലി പെയ്ഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ അവർ ഈ റാഡിക്കലൈസേഷൻ ആയിട്ട് ഇങ്ങനത്തെ ഉള്ള ഒരു ഭീകരവാദത്തിലേക്ക് മാറുമ്പം സ്വാഭാവികമായിട്ട് അത് വലിയൊരു ഒരു പ്രശ്നമാണ്. കാരണം എപ്പോഴും ഭീകരവാദത്തിലേക്ക് പലപ്പോഴും പറയുന്നത് അത് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഇല്ലാത്തതുകൊണ്ടോ തൊഴിലില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതാണ്. ഇതൊന്നും അങ്ങനൊന്നും അല്ല. അപ്പൊ ഇത് റാഡിക്കലൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു രീതി ഇപ്പൊ നോക്കൂ. ഇതിനകത്ത് പിന്നിൽ ഓപ്പറേറ്റ് ചെയ്ത ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാം. ഇത് അതിനകത്ത് പാകിസ്ഥാന്റെ ഒരു വലിയൊരു കേൾക്കുന്നുണ്ടോ ശ്രീ അഭിലാഷ്? കേൾക്കാം പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. ഷാനാസ്, ഹലോ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിട്ടുണ്ട്. അതൊന്ന് കണക്ട് ചെയ്യൂ. അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ഇവിടെ നേരത്തെ വിശദീകരിക്കപ്പെടുകയാണ്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടും. മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ 2008 ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി മുംബൈയിലെത്തി. ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിന് മുമ്പിൽ നിന്ന് ഇത് സർക്കാരിന്റെ ഫെയിലിയർ ആണെന്ന് പറഞ്ഞു. ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ അപ്പീസ്മെന്റിന്റെ ദുരന്ത ഫലമല്ലേ ഇത് എന്ന് ചോദിച്ചു. ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിന് നേരത്തെ അനൂപ് പറഞ്ഞ പോലെ രാജിവെക്കേണ്ടി വന്നു. പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായി. മുൻപ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സമാനമായ വിധത്തിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ടുണ്ട്. നിലവിലുള്ള സർക്കാരിന് അതിന് ഉത്തരം പറയേണ്ടി വരികയോ അല്ലെങ്കിൽ അതിന്റെ സമ്മർദ്ദത്തിലാകേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട് എന്ന പരിസരം നമ്മുടെ മുമ്പിൽ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് വിമർശിക്കുന്നത് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മുടെ നാഷണൽ ക്യാപിറ്റലിൽ ഉണ്ടാകുമ്പോഴും പ്രധാനമന്ത്രി രാജ്യത്തിൽ അയൽരാജ്യത്താണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് സർക്കാരിനെ അടിക്കാനുള്ള വടിയായി ഇത് മാറില്ലേ? ശ്രീ അഭിലാഷ്, ഒരു ഭീകരാക്രമണത്തിൻ്റെ ചരിത്രം നാൾ വഴി നോക്കിയാൽ എക്കാലത്തും കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിൽ നടന്ന എല്ലാ ഭീകരാക്രമണത്തിന് പിന്നിലും അവസാനം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എടുക്കൽ ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട്. അത് ഈ അടുത്ത സമയത്ത് വളരെ കൂടുതലായി നമുക്ക് ദർശിക്കുകയും ചെയ്യാം. കാരണം ഇതിനകത്തൊരു 3 ഡയമെൻഷനിൽ വേണം തീവ്രവാദ ആക്രമണങ്ങളെ കാണാൻ. ഒന്ന്, ഒരു കംപ്ലീറ്റ് സെക്യൂരിറ്റി ഡയമെൻഷനാണ്. ഒന്നുകിൽ സെക്യൂരിറ്റി ഫെയിലിയർ കൊണ്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻപുട്സ് വേണ്ട രീതിയിൽ ഡിസൈഫർ ചെയ്യാൻ കഴിയാതിരിക്കുകയോ വൈകുകയോ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്നത്. ഇപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നോക്കുമ്പോൾ ഇപ്പോൾ ലഭിച്ച സെക്യൂരിറ്റി ഇൻപുട്സ് അതെങ്ങനെയാണ് വിശകലനം ചെയ്തത്? ഒരുപക്ഷെ ഒരു ഡോക്ടർ ആ സൈക്കിളിന് വെളിയിൽ പോയി അല്ലെങ്കിൽ ആ ഒരു നെറ്റിന് വെളിയിൽ പോയി അദ്ദേഹമാണ് ആക്രമണം നടത്തിയത് എന്ന സൂചനയാണ് വരുന്നത്. എവിടെയെങ്കിലും ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം സെക്യൂരിറ്റി ആംഗിൾ മാത്രമാണ്. അതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ശരിയല്ല. ഒരു ഗവൺമെന്റിനും ഒരു ചാവേർ ആക്രമണത്തെ തടയാൻ ആർക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യം അവിടെ ഉയരാം. സെക്യൂരിറ്റി ഡയമെൻഷൻ. 2, ഇതിൻ്റെ ഒരു സിംബോളിക് ഡയമെൻഷൻ ഉണ്ട്. തീവ്രവാദികൾ തിരഞ്ഞെടുക്കുന്ന ടാർഗറ്റ് മിക്കവാറും സോഫ്റ്റ് ടാർഗറ്റാണ്. ഇപ്പോൾ പുൽവാമയിൽ സംഭവിച്ചത് അത്യപൂർവമായി നടന്ന സൈനിക കോളത്തിന് നേരെ നടന്ന ഒരു ആക്രമണമാണ്. പക്ഷെ മറ്റു കാര്യങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ തന്നെ സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. ഇപ്പോൾ ഈ തിരക്കേറിയ ഡൽഹി നഗരത്തിലെ വളരെ തിരക്കേറിയ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണം എന്നതാണ് ഇതിൻ്റെ സൂചന. മുംബൈ ആക്രമണം നടന്നപ്പോഴും 2008 മുംബൈ ആക്രമണം നടന്നപ്പോഴും വളരെ തിരക്കേറിയ സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല ഇതെല്ലാം തന്നെ സിംബോളിക് ടാർഗറ്റുകളായിരുന്നു. ഇന്ത്യ ഗേറ്റിൻ്റെ സമീപമുള്ള താജ് ഹോട്ടൽ ആയിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ ബോംബെ സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, ഇനി ജൂത കോളനികൾ സ്ഥിതി ചെയ്യുന്ന നരിമാൻ ഹൗസ് ആയിക്കൊള്ളട്ടെ, വിക്ടോറിയ ടെർമിനസ് എന്ന നർവ് സെന്റർ ഓഫ് ഇക്കോണമി ആൻഡ് ഓൾസോ റെയിൽ നെറ്റ്വർക്ക് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ സിംബോളിക് ടാർഗറ്റാണ്. അമേരിക്കയ്ക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിലും 9/11 നടന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതി, പെൻറ്റഗൺ എന്ന മിലിറ്ററി സൈനിക ആസ്ഥാനം, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വേണ്ട തന്ത്രപ്രധാനമായ കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് എടുക്കുന്നു. അത് മാത്രമല്ല അതോടൊപ്പം തന്നെ സോഫ്റ്റ് ടാർഗറ്റുകളും എടുക്കുന്നു. ഇവിടെയും അതേ രീതിശാസ്ത്രം നമുക്ക് കാണാം. പക്ഷെ മൂന്നാമത്തെ ഒരു ഡയമെൻഷനാണ് ഇപ്പോൾ ശ്രീ അഭിലാഷ് വിരൽ ചൂണ്ടുന്നത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ
ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ശ്രമിക്കില്ലേ എന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കും, യാതൊരു സംശയമില്ല. കാരണം ഒരു സെക്യൂരിറ്റി ലാപ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി തീർച്ചയായും എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഗവൺമെന്റ് ഇത്രയും മുൻകരുതലുകൾ എടുത്തിട്ടും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു? ഈ ന്യായമായ ചോദ്യമാണ്. അതേസമയം ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി തന്നെ ഇതിനെ കാണുകയും, പ്രത്യേകിച്ച് ബീഹാർ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്, അതിന് തൊട്ട് തലേ ദിവസമാണ്, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് സ്ഫോടനം നടന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഗവൺമെന്റ് ശക്തമായ നടപടികൾ എടുക്കുന്നു എന്ന ഒരു പ്രതീതി വരുന്നത് വോട്ടർമാരെ ചെറിയ തോതിലെങ്കിലും സ്വാധീനിക്കാൻ, ലാസ്റ്റ് മിനിറ്റിൽ സ്വാധീനിക്കാൻ പര്യാപ്തമല്ലേ എന്നതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ന്യായമല്ല എന്നത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ അത് ഒഴിവാക്കാൻ ഇന്നത്തെ നിലയിൽ സാധിക്കുകയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. എസ് ഡിന്നി, താങ്കൾ നേരത്തെ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ആ കണക്ഷൻ എറർ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ സമീപകാലത്തെ സംഭവ വികാസങ്ങൾ തന്നെ എടുത്തു നോക്കൂ. ഇപ്പോൾ പഹൽഗാം സംഭവിച്ചു, അവിടെയും സിവിലിയൻസിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിനു മുമ്പ് നടന്ന ഭീകരാക്രമണങ്ങളുടെ ചരിത്രമുണ്ട്. ഭീകരതയുടെ വേരറുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒന്നാമത്തെ വിഷയം. രണ്ട്, ജനങ്ങൾ ഡൽഹി പോലെയുള്ള മഹാനഗരങ്ങളിലും പേടിക്കേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിലെ ഭീകരാക്രമണങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ ചരിത്രമായി മാറി എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. ഈ ഭീകരവാദ മൊഡ്യൂളുകളുണ്ട്, സ്ലീപ്പർ സെല്ലുകളുണ്ട്, എപ്പോൾ വേണമെങ്കിലും അത് എവിടെയും സംഭവിക്കാം എന്നൊരു മുൻകരുതൽ ജനങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ ഈ സംഭവം. അപ്പോൾ ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഭരണകൂടത്തിന് വലിയ ബാധ്യതയുണ്ട് താനും. ഭീകരവാദത്തിന്റെ വേരിറക്കുന്നത് സംബന്ധിച്ച് പ്രസ്താവനകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും? അതെ, അങ്ങോട്ടാണ്. ഹലോ, ഓക്കെ. സി ഇതിനകത്ത് ഓക്കെ സി ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തും നമ്മളൊരു കമ്പാരിസൺ, ഞാൻ ആക്ച്വലി പറഞ്ഞ ഇതിനകത്ത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഇതിനകത്ത് ആക്ച്വലി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സംസാരിക്കേണ്ടുള്ളത്. കാരണം രാജ്യത്ത് ഒരു ഭീകരവാദ അറ്റാക്ക് നടന്ന സമയത്ത് അതിനകത്ത് ഒരു പ്യൂർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു അങ്ങനത്തെ ഒരു പോയി കഴിഞ്ഞാൽ അത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തീർച്ചയായിട്ടും നമ്മളൊരു കമ്പാരിറ്റീവ് അനാലിസിസ് എടുക്കുകയാണെങ്കിൽ തന്നെ UPA ഗവൺമെന്റിന്റെ സമയത്തായാലും ശരി, ഇപ്പം നരേന്ദ്രമോദിയുടെ ഈ 10-15 വർഷത്തിന്റെ ഗവൺമെന്റ് ടൈം ആയാലും ശരി, എത്രമാത്രം ഭീകരവാദം കുറഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതിനകത്ത് യാതൊരു സംശയമില്ല. ജമ്മു ആൻഡ് കശ്മീർ ആയാലും ശരി, മറ്റ് ഇന്ത്യയുടെ മറ്റ് സിറ്റീസിലായാലും ശരി, ഒരു രീതിയിലുള്ള എത്രമാത്രം പണ്ട് ബ്ലാസ്റ്റ് നടക്കുമായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സീറോ ആയിട്ടുള്ള രീതിയിലേക്ക് ടെററിസത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ബ്ലാസ്റ്റുകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നോക്കൂ, ഇതിന്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കുക. ഭാരതത്തിനെ തകർക്കാൻ വേണ്ടി നിരന്തരമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ കാണിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ഇപ്പം ജനറൽ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ തന്നെ നോക്കൂ, പഹൽഗാമിലെ ഒരു അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ജനറൽ അസീം മുനീർ എവിടെ ആയിരുന്നു കിടന്നതന്നെ? അദ്ദേഹം ഇപ്പൊ ഫീൽഡ് മാർഷലായി. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ആണ് നമ്മുടെ അയൽവാസം. അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മളെ ഉള്ളിലേക്ക് ഭീകരവാദവും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എപ്പോഴും നിൽക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു അനാലിസിസ് വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നു, അതിന് തീർച്ചയായിട്ടും ഇതിന് മുൻപുള്ള പഹൽഗാം നടന്നപ്പോൾ നമ്മൾ അതിന് ഒരു സ്ട്രൈക്ക് കൊടുത്തില്ലേ, ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തില്ലേ, പുൽവാമ നടന്നപ്പോൾ നമ്മൾ ചെയ്തില്ലേ, ബാലക്കോട്ട് ചെയ്തില്ലേ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ആ ലെവലിലേക്ക് നിർത്താൻ പറ്റും. സീറോ ആക്കാൻ ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല, ഒരു രാജ്യത്തിനും സാധിക്കില്ല. പക്ഷെ നമുക്ക് അതിന്റെ ലെവലിലേക്ക് നിർത്താൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് കുറച്ചുകൊണ്ട് വരാൻ മാത്രമേ സാധിക്കൂ. അതല്ലാതെ പിന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം, ഇപ്പൊ ഇലക്ഷന്റെ തലേന്നാണ് നടന്നത്, അപ്പൊ അത് ബീഹാർ ഇലക്ഷനെ സ്വാധീനിക്കും എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് പ്യൂർലി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ്. അതല്ലാതെ എന്താ പറയുക, ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിൽ അങ്ങനെ അത് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു ഇതുമില്ല. സോ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ടെററിനെ സംബന്ധിച്ചോളം ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. അതിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് ഇതിന്റെ ബാക്കിൽ ആരാണോ അവരെ ജസ്റ്റിസിൽ കൊണ്ടുവരും, അതിനകത്ത് യാതൊരു സംശയമില്ല എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറഞ്ഞത്. ഹിന്ദിയിൽ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാനും ഇംഗ്ലീഷിൽ പുറം ലോകത്തിന് മനസ്സിലാക്കാനും, അതായത് ഭാരതത്തിനെ സംബന്ധിച്ചോളം ടെററിന് വേണ്ടി ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്നെയാണ്. അത് ക്ലിയർ മെസ്സേജ് തന്നെയാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നമ്മളിപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും അതിന് മുൻപും എല്ലാവരും ചോദിച്ചു എന്ത് ചെയ്യുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് പറഞ്ഞു എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള എപ്പോഴും ഒരു സംവാദം അല്ലെങ്കിൽ ഒരു 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 ഡിബേറ്റ് എപ്പോഴും നടക്കും. അത് സ്വാഭാവികമാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ ഒരു ടെറർ ബ്ലാസ്റ്റ് നടന്നു. അതിന്റെ ഒരു അനാലിസിസ്, ഇനീഷ്യൽ അനാലിസിസ് മാത്രമാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ധാരാളം ചോദ്യത്തിന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. എന്തായിരുന്നു ടാർഗറ്റ്, അവരുടെ ആരായിരുന്നു അതിന്റെ പിന്നിൽ, അവരെന്തുമായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ മോഡസ് ഓപ്പറാൻഡി, ഇതൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനൊരു ബീഹാർ ഇലക്ഷൻസുമായിട്ടും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫെയിലിയർ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഫെയിലിയർ എന്നൊക്കെ പറയുന്ന അതിനപ്പുറം നമുക്കൊരിക്കലും രാഷ്ട്രത്തിനെ കുറിച്ച് ചിന്തിച്ച് ഇതിനൊക്കെ ചോദ്യം ചോദിക്കാം. ഞാൻ പറയുന്നില്ല ചോദ്യം ചോദിക്കേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് ഇപ്പം എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ അതും കൂടെ ഒന്ന് ആലോചിക്കണം. ശരി, ഓക്കെ. ശ്രീ വി ആർ അനൂപ്, ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഭരണകൂടങ്ങൾ വീക്കാണ്, ദുർബലമാണ്, പാകിസ്ഥാന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുകയാണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. തിരിച്ചടിക്കാൻ കൈവിറയ്ക്കുന്നു എന്ന ആക്ഷേപം കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മുൻപ് രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ നടന്ന ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തലേന്നാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ, സർക്കാരിനെതിരെ ഒരു ആയുധമാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും. ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനോടുള്ള പ്രാഥമികമായ പ്രതികരണം രാജ്യം അപകടത്തിൽപ്പെടുമ്പോൾ, രാജ്യത്തിലെ ജനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അവരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ സംബന്ധിച്ച് സവിശേഷമായ ഉത്തരവാദിത്വമുള്ള, ഈ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യം നിർമ്മിച്ച, രാജ്യം എന്ന് പറയുന്നത് പ്രയോഗവൽക്കരിച്ച, രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സംഘപരിവാറിന് അത്തരമൊരു അവകാശവാദം അവർ പോലും ഉന്നയിക്കില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യസ്നേഹത്തെ രാഷ്ട്രീയവൽക്കരിച്ചൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല സംഘപരിവാറിൻ്റേത്. കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുമ്പോൾ ഞങ്ങളെ രാജ്യസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ്. അവരെന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ രാജ്യസ്നേഹം, കോൺഗ്രസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല, രാജ്യസ്നേഹം ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഭരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യം ഇപ്പോഴും പ്രസക്തമാണ്. ബോംബെ സ്ഫോടനം നടന്ന സമയത്ത് ശിവരാജ് പാട്ടീലിനെതിരെ അന്നത്തെ പ്രതിപക്ഷമായ BJP ഉന്നയിച്ച ആരോപണം എന്താ, അദ്ദേഹം ഷർട്ട് മാറുന്നു. ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്ത് നിന്നേ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ശിവരാജ് പാട്ടീലിനെതിരെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് അമിത്ഷാക്ക് ബാധകമല്ലേ, നരേന്ദ്രമോദിക്ക് ബാധകമല്ലേ എന്നുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായി ഉയർന്നു വരുന്നതാണ്. ഒരു വശത്ത് തീവ്ര രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുക, മറ്റുള്ള ആളുകളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുക, അവരുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യുക. പക്ഷേ അധികാരത്തിലിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അത്തരം കാര്യങ്ങൾ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുക എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് നിലപാടുകളിലെ വൈരുദ്ധ്യം സ്വാഭാവികമായി ഉന്നയിക്കപ്പെടും. പക്ഷേ ഞങ്ങളതിനെ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ, രാജ്യത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ 2 പ്രധാനമന്ത്രിമാരെ ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾക്ക് വേണ്ടി ബലി നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് എല്ലാത്തരം തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ രാജ്യ താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ രാജ്യം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രിയല്ല, ആഭ്യന്തരമന്ത്രിയല്ല. ഞങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ ഇതിനോട് പിന്തുണ പ്രഖ്യാപിക്കും. പക്ഷേ തുടർ ദിവസങ്ങളിൽ ഇതിനകത്തുള്ള പാളിച്ചകൾ വിശദമായി സർക്കാർ വിശദീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കും. അതിന് സംഘപരിവാറിന്റെ രാജ്യദ്രോഹി പട്ടം ഞങ്ങൾ ഭയക്കുന്നില്ല. കാരണം ഈ രാജ്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ശ്രീ TK രാജ്മോഹൻ, നമ്മൾ ഈ ഭീകരവാദത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അത് മൂർധന്യത്തിലെത്തിയ ഘട്ടങ്ങളുണ്ട്, ഒന്ന് താണു നിന്ന ഘട്ടങ്ങളുണ്ട്. പക്ഷേ സമ്പൂർണ്ണമായി ഭീകരവാദം ഇല്ലാതാക്കുക എന്നുള്ളത് സാധ്യമാണ് എന്ന് തോന്നുന്നില്ല. എങ്ങനെ ഭീകരാക്രമണങ്ങൾ തടയാം എന്നത് സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ, ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഒരു ആഫ്റ്റർമാത്ത് എന്നുള്ള നിലയിലാണ് അന്വേഷണ ഏജൻസി NIA പിറവി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. നിയമങ്ങൾ അതിനുശേഷം പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ടീത്തുള്ള നിയമങ്ങൾ വരിക, അല്ലെങ്കിൽ പുതിയ അന്വേഷണ ഏജൻസികൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിശേഷം ഭീകരവാദത്തെ നിശേഷം ഇല്ലാതാക്കുക എന്നുള്ളത് സാധ്യമാവുന്ന കാര്യമാണോ? ഈ ഇൻഡോക്ട്രിനേഷൻ തുടങ്ങുന്നിടത്ത് തന്നെ കണ്ടെത്തുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക എന്നുള്ളതിനപ്പുറത്ത് സാധ്യമാവുന്ന കാര്യമാണ്. ശ്രീ അഭിലാഷ്, വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണത്. ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന്
ടെററിസം, അതായത് തീവ്രവാദം പൂർണ്ണമായി തുടച്ചു നിൽക്കാൻ ഭാവിയിൽ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം വെച്ച് പറയാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മുടെ നൈബറിങ് കൺട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി അവരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതാണ് അവർക്ക് വളം, അതാണ് അവരുടെ നേട്ടം. അപ്പോൾ ആ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന ഈ സങ്കല്പത്തിനെ തകർക്കാൻ അവർ ശ്രമിക്കും. അതിന് അവർ ഏറ്റവും ഈസിയായ ടാർഗറ്റാണ് ചില സ്ലീപ്പർ സെൽസും ചില മോഡ്യൂൾസും ആക്റ്റീവായി നിർത്തുക. അവരെ നേരത്തെ പറഞ്ഞ മാതിരി പ്രോപ്പറായിട്ട് യഥാസമയങ്ങളിൽ ഹാൻഡിൽ ചെയ്യുക. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും, നാളെ വേറൊരു സംവിധാനം വന്നാലും ഈ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. നമ്മളിത് പൊളിറ്റിസൈസ് ചെയ്യാനേ പാടില്ല. ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ നമ്മളെല്ലാവരും എതിർത്ത് സംസാരിക്കണം. ദേശസ്നേഹമാണ് നമ്മുടെ ബേസിക്. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പം NIA ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ NIA ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം അവർ അതിൻ്റെ പ്രോപ്പറായിട്ട് എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ കേസായിട്ട് ഇതിലെ എല്ലാ പ്രതികളെയും കണ്ടെത്തി അവർക്ക് മാക്സിമം പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ അവർ തയ്യാറാണ്. അത് ഒന്ന്. രണ്ടാമത്, ഇതിലുള്ള വീഴ്ച കൂടി അന്വേഷിക്കും. അതായത് ഈ അന്വേഷണ ഏജൻസി അതുമാത്രമല്ല അന്വേഷിക്കുക, അവരെ വേറെ ടാസ്ക് ഇതിൽ എന്തൊക്കെ വീഴ്ച ഉണ്ടായിരുന്നു, അതായത് ഈ സംഭവങ്ങൾ ശരിക്ക് എങ്ങനെയാണ് ഈ ഡോക്ടർ നമ്മുടെ ബോർഡർ പാസ് ചെയ്തിട്ട് ഈ നമ്മുടെ ഡൽഹി പട്ടണത്തിൽ വന്ന് ഡൽഹി സിറ്റിയിൽ വന്ന് കറങ്ങി പിന്നെ അവിടെ ഒരുപാട് സമയം പാർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയത് ആക്ടിവിറ്റി എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ റെഡ് ഫോർട്ട് മാതിരി ഒരുപാട് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് പോലീസ് പലതരത്തിലും കവർ ചെയ്യുന്നൊരു സ്ഥലമാണത്. അവിടെ എന്തുകൊണ്ട് സംഭവിച്ചു, അതും അന്വേഷണ വിഷയമാണ്. പിന്നെ ഇതിൽ മൂന്നാമത് വേറെ കാര്യം അന്വേഷിക്കാനുണ്ട്. ഈ അന്വേഷണ ഏജൻസിക്ക് മൂന്നാമത്തെ ടാസ്ക് ഇത് പാകിസ്ഥാനെതിരായിട്ട് എവിഡൻസ് കളക്ട് ചെയ്യുക. കാരണം പാകിസ്ഥാനും ഈ ജെയ്ഷെ മുഹമ്മദ് ഓർഗനൈസേഷനെ ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ ബാൻ വെറും കടലാസിലാണ്. അപ്പോൾ കടലാസിലെ ബാൻ വെച്ചിട്ട് അഭിനയിക്കുകയാണ്, ഞങ്ങൾ ഞങ്ങൾ ബാൻ ചെയ്തിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ സഹായം ചെയ്യുന്നത് അവിടെ ISI ആണ്. അവിടുത്തെ ഇൻ്റലിജൻസ് സർവീസാണ് ഇവരെ പോറ്റി വളർത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പാകിസ്ഥാൻ ഈ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട് എന്നും ഇന്ത്യയിൽ ഇതുപോലെ ഓപ്പറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണെന്നും അതിന് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. ആ എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അതൊരു പ്രോപ്പർ റിപ്പോർട്ടായിട്ട് ഇൻ്റർനാഷണൽ ഏജൻസിയുടെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. പാകിസ്ഥാൻ്റെ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ പറ്റും. കാരണം അവർ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പേരിന് മാത്രമാണ് ബാനെന്നും ഇവർക്ക് എല്ലാ സഹായം ചെയ്യുന്നത് ഈ പാകിസ്ഥാൻ എന്ന രാജ്യമാണെന്നും അവർ ഈ ടെററിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൺട്രിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. പൊതുസമൂഹത്തിന് മുന്നിലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. അതും ഈ അന്വേഷണ ഏജൻസിന്റെ വേറൊരു വർക്ക് തന്നെയാണ്. അങ്ങനെ ഈ 3 തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത്. അത് പ്രോപ്പറായി അന്വേഷണ ഏജൻസി ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പൊളിറ്റിക്സ് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിയും രാഷ്ട്രത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. കൂടാതെ ഇത്തരത്തിലുള്ള ഈ സ്ലീപ്പർ സെൽസിനെയും ഇതുപോലെയുള്ള മോഡ്യൂൾസിനെയും നമ്മൾ ഇതുപോലെ പോലീസ് കണ്ടെത്തുക. ഓരോ സംസ്ഥാനത്തെ പോലീസ് വളരെ ആക്റ്റീവായിട്ട് ഇന്റലിജൻസ് വിഭാഗവും അവിടുത്തെ പോലീസും ബാക്കി ഏജൻസികളും വളരെ ആത്മാർത്ഥമായി സെൻട്രൽ പോലീസും സ്റ്റേറ്റ് പോലീസും ഒരേപോലെയായി വർക്ക് ചെയ്ത് ഇവരെ കണ്ടെത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ മാത്രം. ആ ഒരു പരിധിവരെ എന്നുള്ളത് അതിനെ ഒരു പെർസെൻറ്റേജ് നമുക്ക് 5% ആക്കാം, 2% ആക്കാം. അതിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളൊരു ഒത്തമിച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. ഒപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായത് ഇസ്ലാമാബാദിൽ സ്ഫോടനം ഉണ്ടായി. ഡൽഹിയിൽ ഉണ്ടായതുപോലെ കാർ ബോംബ് സ്ഫോടനമാണ്. അവിടെയും 12-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം വഷളാണ്. അവർക്ക് താലിബാൻ ബന്ധമുള്ള പാക് താലിബാൻ ഭീകരവാദികളെ നേരിടേണ്ടി വരുന്നുണ്ട്. പാക് അഫ്ഗാൻ അതിർത്തി എന്ന് പറയുന്നത് 100% പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോളിലാണെന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്ന് മാത്രമല്ല, താലിബാനുമായുള്ള പ്രശ്നങ്ങൾ അവിടെ കൂടുതൽ ടെറർ ഇൻസിഡന്റ് ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്യും. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് പഴയതുപോലെ എല്ലാം ഇന്ത്യക്ക് നേരെ തിരിച്ചു വെച്ച് ISI വലിക്കുന്ന ചരടിനനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ കഴിയുമോ? അങ്ങനെ കൃത്യമായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ കൂടുതൽ ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന ഒരു കാറ്റഗറിയിലേക്ക് നീങ്ങുകയാണ്.
പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട 5 പ്രവിശ്യകളിൽ പഞ്ചാബ് ഒഴിച്ചുള്ള മറ്റ് 4 പ്രവിശ്യകളിലും വലിയ പ്രശ്നങ്ങൾ അരങ്ങേറുന്നു. നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അതായത് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ പാക് താലിബാനെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. അഫ്ഗാൻ താലിബാനും പാക് താലിബാനും ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഈ ബലൂചിസ്ഥാന്റെ പ്രശ്നങ്ങൾ ഏറെ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. പാക് അധിനിവേശ കാശ്മീരിൽ ഉൾപ്പെടെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഭവിക്കുന്നു. സിന്ധിലെ ജനങ്ങൾ അത്ര സുരക്ഷിതരല്ല എന്ന ഒരു ഫീലിംഗ് ആണ്. പഞ്ചാബിന്റെ ഡോമിനൻസ്, പാക് പഞ്ചാബിന്റെ ഡോമിനൻസ്, സൈന്യത്തിനുള്ളിലും സമ്പദ് വ്യവസ്ഥയിലും ആ ഡോമിനൻസ്, മറ്റ് വിഭാഗങ്ങൾ, മറ്റ് ഏരിയാസ് കാര്യമായ റിസെന്റ്മെന്റ് ഉണ്ട് അതിനെതിരെ. അവിടെ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇന്ത്യ വിരോധത്തിൽ അധിഷ്ഠിതമായ ഒരു നറേറ്റീവാണ് പാർട്ടികളും ഭരണകൂടവും സൈന്യവും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ 1000 കട്ട് ഡോക്ട്രിൻ എന്ന ഒരു നയം അത് നിരന്തരമായി നടപ്പാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 10,000 വെട്ടുകളിലൂടെ, അല്ലെങ്കിൽ 1000 വെട്ടുകളിലൂടെ, ചെറുതും വലുതുമായ 1000 വെട്ടുകളിലൂടെ, അല്ലെങ്കിൽ ഭീകരാക്രമണത്തിലൂടെയും നുഴഞ്ഞുകയറ്റത്തിലൂടെയും അന്ധഛിദ്രങ്ങളിലൂടെയും ഒക്കെ ശത്രുരാജ്യമെന്ന് പാകിസ്ഥാൻ കരുതുന്ന ഇന്ത്യയെ ശിഥിലീകരിക്കുകയും അതുവഴി ഒരു പാരിറ്റി നേടിയെടുക്കുകയും ചെയ്യുക എന്ന എത്രയോ കാലമായിട്ടുള്ള പാകിസ്ഥാൻ ഡോക്ട്രിൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഈ ഇപ്പോഴത്തെ ഡൽഹി ആക്രമണം. പാകിസ്ഥാനാണ് അതിന് പിന്നിലെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഇതിൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം പഹൽഗാമിൽ നടന്ന ഒരു ഭീകരാക്രമണം ഏതാണ്ട് അതിൻ്റെ തന്നെ രീതിശാസ്ത്രമാണ് ഇവിടെയും നടക്കുന്നത്. എപ്പോഴും നിസ്സഹായരായ ടൂറിസ്റ്റുകളാകട്ടെ, ഇവിടെ മാർക്കറ്റ് പ്ലേസിൽ വന്ന ആളുകളും റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ച ആളുകളുമാണ് ഇവിടെ പൊലിഞ്ഞു വീണ 13 ജീവനുകൾ. അപ്പം ഇതെല്ലാം കാട്ടുന്നത് ഇന്ത്യയെ യാതൊരു രീതിയിലും സ്വസ്ഥതയില്ലാത്ത രീതിയിൽ ഒരു ഫിയർ സൈക്കോസിസ്, പെർമനൻ്റായി ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയെ ദുർബലമാക്കുക എന്ന ഒരു ചിന്ത. എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് പാകിസ്ഥാൻ കടക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാൻ പറയുന്നു ഇത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്, ഞങ്ങൾ നിരോധിച്ച സംഘടനകളാണ്, അവർ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് പ്രവർത്തിച്ചാലും അത് സ്റ്റേറ്റായി പരിഗണിച്ചുകൊണ്ട് തങ്ങൾ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തും എന്ന നിലപാടാണ് പുതിയ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ നിലപാട്. ആ നിലപാട് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. കാരണം ഇവിടെ ഒരു ആക്രമണം നടന്നു, ഇവിടെ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടർ നടപടിയായി നടക്കുമ്പോൾ എന്തുകൊണ്ട് ആ തുടർ നടപടി പാകിസ്ഥാനെ ഇങ്ങനെയുള്ള സാഹസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല എന്ന ഒരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ന്യായമായി ഉന്നയിക്കപ്പെടാം. ആ ചോദ്യത്തിന് ഉത്തരം ഗവൺമെന്റ് പറയണം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ വളരെ ഏർലി ആയിട്ട് തന്നെ പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെയുള്ള പിച്ച് കടുപ്പിക്കുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ 22-ാം തീയതി ഏപ്രിൽ 22 ആക്രമണത്തിൽ കണ്ടത് കുറെ ആഴ്ചകളോ 2-3 ആഴ്ചത്തോളം പ്രതിപക്ഷം സംയമനം പാലിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഉടനടി തന്നെ പ്രതിപക്ഷം വിമർശനവുമായി വന്നത് ഒരു സൂചനയാണെങ്കിൽ തീർച്ചയായും ഇത് ടോളറേറ്റ് ചെയ്യപ്പെടുന്നില്ല, പൊളിറ്റിക്കലി ഇത് ടോളറേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതിന്റെ ഏർലി സൂചന കൂടിയായി ഇതിനെ കാണാവുന്നതാണ്. ശ്രീ അഭിലാഷ്. ശരി, കേണൽ ഡിന്നി, എന്ത് പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്? നമുക്കറിയാം പഹൽഗാം സംഭവിച്ചപ്പോഴാണ് അതിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്കറിയാം ബലാക്കോട്ട് ആക്രമണം നടത്തിയതും നമ്മുടെ ഓർമ്മയിലുള്ള കാര്യമാണ്. ഇതിപ്പോൾ ദേശീയ തലസ്ഥാനമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്താണ് സാധാരണ പൗരന്മാർ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തെ നേരിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ പാകിസ്ഥാനെതിരെ ഉണ്ടാവണം എന്നുള്ളത് പ്രധാനമാണ്. എങ്കിൽ പോലും തിരിച്ചടി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? എന്തായിരിക്കും ഇന്ത്യയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? ശ്രീ അഭിലാഷ്, ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, തിരിച്ചടി കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ടോ എന്ന് ഓൾറെഡി എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാനതൊരു ഒഫീഷ്യൽ ഇതിലിരിക്കുന്നതുകൊണ്ട് അത് പറയുന്നില്ല. അതായത് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനിൽ തന്നെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇസ്ലാമാബാദിൽ ഒരു ബ്ലാസ്റ്റ് നടന്നു, ഒരു കാർ ബ്ലാസ്റ്റ് തന്നെ ആയിരുന്നു. 12ഓളം അവിടുത്തെ ആളുകൾ അവിടെ മരിക്കുകയുണ്ടായി. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഭാരതിനെ സംബന്ധിച്ചോളം പാകിസ്ഥാന്റെ ഉള്ളിൽ എന്ത് കാര്യം ചെയ്യാനുള്ള ശേഷി ഭാരതത്തിനുണ്ട്. സോ ആ രീതിയിലുള്ള അസറ്റ്സ് ഭാരതത്തിനുണ്ട്, ആ രീതിയിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ രീതിയിലുള്ള അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഭാരതത്തിനുണ്ട്. കാരണം നമുക്കറിയാം അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ വന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ ഫയറിങ്ങും ഫൈറ്റർ പ്ലെയിൻസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യായിരുന്നു. അപ്പം ഇന്ന് ഏത് രീതിയിൽ നോക്കിയാലും പാകിസ്ഥാനെ എവിടെ ടൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിസിബിൾ ആയിട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളുണ്ട്, ശരിയാണ്. കാരണം പബ്ലിക്കിന്റെ മുന്നിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി വരണമെങ്കിൽ നമ്മളൊരു അത് എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്ഷൻസും നമ്മളിൽ അവൈലബിൾ ആണ് ശ്രീ അഭിലാഷ്.
അപ്പം വെറും ഒരു മിലിറ്ററി ഓപ്ഷൻ മാത്രമല്ല, എവറി ഓപ്ഷൻ, എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ചിലപ്പോൾ വൺ ഓഫ് ദ ഓപ്ഷൻസ് ഓൾറെഡി യൂസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ യൂസ് ചെയ്യും. പക്ഷേ ഡെഫിനറ്റ്ലി പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ ബാക്ക് ഫുട്ടിൽ തന്നെയാണ് എപ്പോഴും. ഞാൻ മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ ഓൾറെഡി എല്ലാ രീതിയിലുള്ള ഒരു അറ്റാക്ക് വരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി എന്നുള്ളതാണ്. അതും അവർ ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം ഭയമുണ്ട് അവർക്ക്. ഒരു കാര്യം ഇങ്ങനെ ഒരു ടെറർ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതിനൊരു തിരിച്ചടി കിട്ടും എന്നുള്ളത് അവർക്ക് മുൻകാല ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവർ ചെയ്യുന്നത്. അതും നമ്മളൊരു എന്താ പറയുക, ഒരു മോറൽ ഒരു നമുക്കൊരു അപ്പ ഹാൻഡാണത്. അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം വളരെ ക്ലിയർ ആണ്, ടെററുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു സന്ധി ഇല്ല, ടെററുമായിട്ടുള്ള യാതൊരു ടോക്സ് ഇല്ല. പക്ഷെ എന്ത് രീതിയിലുള്ള അറ്റാക്ക് നടന്നാലും അതിനൊരു തിരിച്ചടി നമ്മൾ നൽകും. അത് എങ്ങനെ, എപ്പോ, എവിടെ, അതൊക്കെ എനിക്കൊന്നും അറ്റ് ദ ഹയസ്റ്റ് ലെവൽ അവർ തീരുമാനിക്കും. ആ രീതിയിലേക്ക് വരും. ചില കാര്യങ്ങൾ നമ്മൾ പുറത്തു പോലും അറിയത്തില്ല, പക്ഷെ അത് ചെയ്യുന്നുണ്ട്. അത് അറിയേണ്ടവരറിയും. അതാണ് പറഞ്ഞത്. ഇപ്പം എന്തെങ്കിലും പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയേണ്ടവർ അറിയും. ഇത് ആരാണ് ചെയ്യിപ്പിച്ചത്, എങ്ങനെയാണ് നടന്നതെന്നൊക്കെ ഉള്ള കാര്യം. അതുകൊണ്ട് അജിത് ഡോവലിന്റെ കാര്യം പറഞ്ഞാൽ ഇഫ് ദേ നോ ദ ഗെയിം വി നോ ദ ഗെയിം ബെറ്റർ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയ നമ്മൾ അത്രമാത്രം ഒരു ആശങ്കയുടെ ആവശ്യമില്ല. യെസ്, ഡെഫിനറ്റ്ലി ഒരു അറ്റാക്ക് നടന്നു. അതിനു വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കണം, അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രതിപക്ഷമായാലും ശരി, മാധ്യമ പ്രവർത്തകരായാലും സാധാരണക്കാരായാലും ശരി, ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം ഇതെല്ലാം നമ്മളെയൊക്കെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. ആ ചോദ്യത്തിന് സമയമാകുമ്പം ഏതൊക്കെ ആളുകളാണോ റെസ്പോൺസിബിൾ അവർ അതിന് ഉത്തരം പറയും. എല്ലാ കാര്യവും വന്ന് പുറത്തു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ എല്ലാ കാര്യവും പബ്ലിക് ഡൊമൈനിലേക്ക് തുറന്നു വിടുക എന്നുള്ളത് അസാധ്യമാണ്. താനും ഷിബിയാർ അനൂപ്, ചെറിയ ഉത്തരം. ഈ ഘട്ടത്തിൽ ഇന്ത്യ എന്ത് ചെയ്യണം എന്നാണ് പ്രതിപക്ഷം, ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്? ഇത് വളരെ വ്യക്തമല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 2 ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞു, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. നമുക്ക് ആവശ്യം ഇപ്പോൾ പ്രസംഗമല്ല. അദ്ദേഹം പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹം പ്രവർത്തനത്തിലൂടെ ആത്മാർത്ഥത തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ആത്മാർത്ഥത തെളിയിക്കുന്ന പക്ഷം പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും, രാജ്യത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാൻ കോൺഗ്രസിനുള്ളത്. യെസ്, ശ്രീ ടി കെ രാജ്മോഹൻ, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കൾ NIA യിൽ ഉണ്ടായിരുന്ന കാലത്തെ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് ഇപ്പോൾ JNK പോലീസിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ ഇൻപുട്ട് കിട്ടുന്നത്. അവരാണ് ഈ പുതിയ ജയ്ഷ് മൊഡ്യൂളിലേക്ക് വെളിച്ചം വീശിയത്. ഹരിയാന പോലീസിൻ്റെയും അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെയും ഒക്കെ സഹായം ഉണ്ടായിരുന്നു താനും. നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് കുറെ കൂടി വിപുലമായ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ഫോക്കസ് ഏരിയകൾ മാറേണ്ടതുണ്ടോ? എന്ത് തോന്നുന്നു? അല്ല അഭിലാഷ്, ഏത് സംസ്ഥാനത്തിന് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മൾട്ടി ആക്ഷൻ മാക്ക് ഉണ്ട്, മൾട്ടി ആക്ഷൻ സെല്ലുണ്ട് ഡൽഹിയിൽ. അവിടത്തേക്ക് എല്ലാ ഇൻപുട്ട് അപ്പോഴും തന്നെ അവിടത്തേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഇൻപുട്ടൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. എങ്ങനെയാണ് മാക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് ഞാൻ കൂടുതൽ ചർച്ച പറഞ്ഞത് ശരിയല്ല. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ട്. അത് മിലിറ്ററി ഇൻ്റലിജൻസ് ആയാലും ശരി, NIN ഇൻ്റലിജൻസ് ആയാലും ശരി, IB ഇൻ്റലിജൻസും അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ, കേരളത്തിലത്തെ ഇൻ്റലിജൻസ് എല്ലാം കൂടി എല്ലാ കാര്യങ്ങളും എല്ലാ വീക്കിലി അസസ്മെൻറ്റ് ഡെയിലി മിനിറ്റ് ബൈ മിനിറ്റ് തന്നെ എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് അത് അസസ് ചെയ്ത് അത് നടപടിക്രമങ്ങൾ ഓരോ സംസ്ഥാനങ്ങളും ഓരോ ഏജൻസികളും ഓരോ സെൻട്രൽ ഏജൻസിയും ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ മിലിറ്ററി. അപ്പോൾ അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഈ ടെറർ മൊഡ്യൂൾസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാ കാലത്തും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അത് BJPയുടെ കാലത്ത് മാത്രമല്ല, പല പഴയ ഗവൺമെൻറ്റും അതിന് മുമ്പത്തെ BJP ഗവൺമെൻറ് എല്ലാ സമയത്തും ചെയ്തിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ ചില വീഴ്ചകൾ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെയും ചില പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഴ്ച ഒഴിവായിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മിനിമൈസ് ചെയ്യുക, ആ വീഴ്ചകൾ ഒഴിവായിക്കൊണ്ട് ടെററിസമിലെ ആസ്പെക്റ്റൊക്കെ മിനിമൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഏജൻസികളും ഒന്നിച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായും സാധിക്കും. അതിവിടെ നടന്നു വരുന്നുണ്ട്. അതിപ്പോഴും ഈ ഭരണകാലത്ത് ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൈം മിനിസ്റ്റർ നേതൃത്വത്തിൽ ആളുകൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇനി കൂടി കുറേ കൂടി എഫക്റ്റീവായും കുറേ കൂടി ഇൻ്റലിജൻസ് കുറേ കൂടി ആക്റ്റീവായി വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഈ ടെററിസ്റ്റിൻ്റെ അളവ് വളരെ വളരെ മൈന്യൂട്ടാക്കാൻ പറ്റും നമുക്ക്. അതിലേക്കാണ് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി.
4 പേർക്കും രാജ്യം നടുങ്ങിയ ഭീകരാക്രമണമാണ്. ഈ ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സത്വരമായി തന്നെ ഭരണകൂടങ്ങൾ കൈക്കൊള്ളണം. ജനങ്ങളുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്, സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഓരോ ഇന്ത്യക്കാരനും അവന്റെ സാധാരണ ജീവിതം ജീവിക്കാനാവുകയും വേണം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.